Hello everyone. Welcome to A Dream Distance Education. NIOS പൊളിറ്റിക്കൽ സയൻസിന്റെ ചാപ്റ്റർ 18 നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. അതായത് ചാപ്റ്റർ 18 ഇലക്ടറൽ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രീതികളെ കുറിച്ചാണ് 18ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസിലെ ഇലക്ടറൽ സിസ്റ്റം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ നമുക്കറിയാം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രീതികളെ കുറിച്ചും ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ്. അപ്പോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് പല പല സ്റ്റെപ്പുകൾ കടന്നു പോയിട്ടാണ് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആ ഇതിലേക്ക് എത്തിച്ചേരുക. വോട്ടർ പട്ടിക തയ്യാറാക്കണം, മണ്ഡലങ്ങൾ തിരിക്കണം, സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണം, അങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകൾ എന്തിനുണ്ട്? തെരഞ്ഞെടുപ്പിനുണ്ട്. അപ്പൊ ഈ സ്റ്റെപ്പുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിക്കൊണ്ടാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് രീതി അവലോകനം ചെയ്യുന്നത്. അപ്പോ ചാപ്റ്റർ 18 ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം എന്ന ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് സംവിധാനം, ആ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, ഇലക്ടറൽ റോൾ എന്താണ് ഇലക്ഷൻ, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ വിശകലനം ചെയ്യുന്നത് കേട്ടോ. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു ജനാധിപത്യ പ്രക്രിയയാണ് നടക്കുക. അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ചില പരിഷ്കാരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ജനാധിപത്യത്തിന്റെ അടിത്തറ എന്നതാണ് തെരഞ്ഞെടുപ്പ്. ഒരു ജനാധിപത്യത്തിന്റെ അടിത്തറയായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ പരിഗണിക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പ് നമ്മളുടെ ചാപ്റ്റർ 18 ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രീതികളെ കുറിച്ച് പഠിക്കുമ്പോൾ, ഈ ചാപ്റ്റർ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം നമുക്കിതിൽ മനസ്സിലാക്കേണ്ടത്? ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് തെരഞ്ഞെടുപ്പ്, ഫൗണ്ടേഷനാണ് തെരഞ്ഞെടുപ്പ്. ഡെമോക്രസിയുടെ ഫൗണ്ടേഷനാണ് ഇലക്ഷൻ. അപ്പൊ ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് തെരഞ്ഞെടുപ്പ്. മാത്രല്ല ഇന്ത്യൻ ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ പ്രധാന തൂണാണിത്. സാർവത്രിക വോട്ടവകാശം എന്ന് പറയുന്നത് 18 വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ജാതി മത ലിംഗഭേദമന്യേ അർഹതയുണ്ട്, അവകാശമുണ്ട്. തെരഞ്ഞെടുപ്പിന് അവകാശമുണ്ട്. മാത്രല്ല സ്വതന്ത്രമായ ചുമതലയാണ് ഇവിടെ നിലനിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സുതാര്യമായിരിക്കും, നീതിപൂർവമായിട്ടാണ് ഇത് നടത്തപ്പെടുന്നത്. മാത്രല്ല ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുൻകൈ എടുക്കുന്നത് ആരാണ്? ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് ലോകസഭ, രാജ്യസഭ, നിയമസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഇത്രയും തെരഞ്ഞെടുപ്പുകളാണ് ഇന്ത്യയിൽ നടത്തപ്പെടാറുള്ളത്. ലോകസഭയിലേക്ക്, രാജ്യസഭയിലേക്ക്, നിയമസഭയിലേക്ക്, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, അതേപോലെ പ്രാദേശിക ഗവൺമെന്റുകളെ തെരഞ്ഞെടുക്കൽ, ഇതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജനാധിപത്യ രീതിയിലൂടെയുള്ള തെരഞ്ഞെടുപ്പ് രീതികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ കുറിച്ചാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിലൂടെ വ്യക്തമാക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രീതികൾ. നമ്മുടെ ജനാധിപത്യമാണ് നമ്മൾ അവിടെ ആവിഷ്കരിക്കുന്നത്. ഒരു പൗരന്റെ ജനാധിപത്യ അവകാശമാണ് അവിടെ പൂർണ്ണമാകുന്നത്. ജനാധിപത്യ അവകാശം എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരനായിരിക്കണം, അതേപോലെ തന്നെ 18 വയസ്സ് പൂർത്തിയായിരിക്കണം. 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനും അതേപോലെ തന്നെ വോട്ടവകാശം ലഭ്യമാണ്. അവിടെ ജാതിയോ മതമോ ലിംഗമോ ധനമോ ഒന്നും നോക്കിയിട്ടല്ല, 18 വയസ്സായ ഏതൊരു ഇന്ത്യൻ പൗരനും തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ കുട്ടികളെ, അപ്പൊ നമ്മളുടെ തെരഞ്ഞെടുപ്പ് രീതികൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായും നമ്മുടെ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കൽ. നമ്മുടെ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കൽ. വോട്ടർ പട്ടിക തയ്യാറാക്കലും അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പും ഒക്കെയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് രീതിയിൽ മനസ്സിലാക്കാനുള്ളത്.
വിവിധ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് രീതിയിൽ. ആദ്യം നമുക്ക് എന്താണ് എലക്ഷൻ എന്ന് നോക്കാം. എലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ രഹസ്യ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ജനാധിപത്യ സംവിധാനമാണ് ഇലക്ഷൻ. എന്താണ് ഇലക്ഷൻ? ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ രഹസ്യ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ജനാധിപത്യ ജനാധിപത്യ പ്രക്രിയയാണ് ഇലക്ഷൻ. ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ രഹസ്യ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. സ്വതന്ത്രവും നീതിപൂർവമായ വോട്ടെടുപ്പിലൂടെ നടക്കുന്നു. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വെക്കുക? തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാല് ജനങ്ങളുടെ പ്രതിനിധികളെ രഹസ്യ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയക്കാണ് എന്ത് പറയുന്നത്? തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാല് ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ രഹസ്യ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ്. പ്രധാനമായും അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. സ്വതന്ത്രവും നീതിപൂർവമായ വോട്ടെടുപ്പിലൂടെ നടക്കുന്നു. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇപ്പോ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാല് ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ രഹസ്യ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയയെയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുക. അത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകമായിരിക്കും. ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെയാണ് തെരഞ്ഞെടുക്കുന്നത്. അത് സ്വതന്ത്രവും നീതിപൂർവമായ വോട്ടെടുപ്പിലൂടെയാണ് നടത്തപ്പെടുന്നത്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഇനി നമുക്ക് ഇലക്ടറൽ റോൾ അഥവാ വോട്ടർ പട്ടിക എന്താ എന്ന് നമുക്ക് നോക്കാം. ഇലക്ടറൽ റോൾ അഥവാ വോട്ടർ പട്ടിക, അതായത് വോട്ടർ പട്ടിക അഥവാ ഇലക്ടറൽ റോൾ എന്ന് പറഞ്ഞാല് ഇലക്ടറൽ റോൾ അഥവാ വോട്ടർ പട്ടിക എന്നത് ഒരു നിയോജക മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ അർഹതയുള്ള എല്ലാ വോട്ടർമാരുടെയും പട്ടികയെയാണ് എന്ത് പറയാ? ഇലക്ടറൽ റോൾ അഥവാ വോട്ടർ പട്ടിക. ഒരു നിയോജക മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ അർഹതയുള്ള എല്ലാ വോട്ടർമാരുടെയും പട്ടികയെ ആണ് എന്ത് പറയാ? ഇലക്ടറൽ റോൾ അഥവാ വോട്ടർ പട്ടിക എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ടറൽ റോൾ അഥവാ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു നിയോജക മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ അർഹതയുള്ള എല്ലാ വോട്ടർമാരുടെയും പട്ടികയെയാണ് ഇലക്ടറൽ റോൾ അഥവാ വോട്ടർ പട്ടിക എന്ന് പറയുന്നത്. അതിന്റെ പ്രധാന കാര്യങ്ങൾ ഒരു വോട്ടർ പട്ടികയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 18 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരനായിരിക്കണം. 18 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പട്ടിക പുതുക്കണം. വോട്ട് ചെയ്യാൻ വോട്ടർ പട്ടികയിൽ പേര് നിർബന്ധമാണ്. പേരുണ്ടായിരിക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുകയും അത് പുതുക്കുകയും ചെയ്യുന്നത്. ഇതിനെയാണ് ഇലക്ടറൽ റോൾ എന്ന് പറയാം. അപ്പൊ നമ്മള് എന്തൊക്കെ കാര്യങ്ങളാ പഠിച്ചേ? അതായത് ആദ്യം എന്താണ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാല് ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ രഹസ്യ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നതിനെയാണ് എന്ത് പറയാ? ഇലക്ടറൽ റോൾ, ഇലക്ഷൻ എന്ന് പറയുന്നത്. ഇലക്ടറൽ റോൾ അല്ല, ഇലക്ഷൻ എന്ന് പറയാം. അത് അതിലെ പ്രധാന കാര്യങ്ങളാണ് എന്തൊക്കെ? അത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. അത് സ്വതന്ത്രവും നീതിപൂർവമായ വോട്ടെടുപ്പിലൂടെയാണ് നടത്തപ്പെടുന്നത്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. അടുത്തതാണ് വോട്ടർ പട്ടിക. വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ എന്താ? വോട്ടർ പട്ടിക എന്നത് ഒരു നിയോജക മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ അർഹതയുള്ള എല്ലാ വോട്ടർമാരുടെയും ഔദ്യോഗിക പട്ടികയാണ് വോട്ടർ പട്ടിക. വോട്ടർ പട്ടിക എന്നത് ഒരു നിയോജക മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ അർഹതയുള്ള എല്ലാ വോട്ടർമാരുടെയും ഔദ്യോഗിക പട്ടികയെയാണ് എന്ത് പറയുക? വോട്ടർ പട്ടിക അഥവാ ഇലക്ടറൽ റോൾ.
ഇലക്ടറൽ റോളിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 18 വയസ്സ് പൂർത്തീകരിച്ച ഇന്ത്യൻ പൗരനായിരിക്കണം. തെരഞ്ഞെടുപ്പിന് മുമ്പ് പട്ടിക പുതുക്കേണ്ടതാണ്. വോട്ട് ചെയ്യാൻ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുകയും പുതുക്കുകയും ചെയ്യുന്നത്. ഇതില് തെരഞ്ഞെടുപ്പ് എന്താ ചോദിച്ചാലും ഇലക്ടറൽ റോൾ എന്താ ചോദിച്ചാലും ഈ ആൻസർ ആണ് നിങ്ങൾ വെക്കേണ്ടത് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടനയും കാലാവധിയാണ്. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്, വോട്ടർ പട്ടിക പുതുക്കുന്നതൊക്കെ ഇലക്ഷൻ കമ്മീഷനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അദ്ദേഹത്തിന്റെ ഘടനയും കാലാവധി, എത്ര വർഷമാണ് അദ്ദേഹത്തിന്റെ കാലാവധി എന്നും ഇലക്ഷൻ കമ്മീഷന്റെ സ്ട്രക്ചറും അദ്ദേഹത്തിന്റെ കാലാവധിയൊക്കെയാണ് ഇനി നമ്മൾക്ക് അറിയേണ്ടത്. കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ 324 പ്രകാരമാണ് കമ്മീഷന്റെ ഘടന നിശ്ചയിച്ചിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 പ്രകാരമാണ് എന്തിന് രൂപം കൊടുത്തിട്ടുള്ളത്? ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരം സ്ഥാപിതമായ സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണിത്. മാത്രല്ല മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കമ്മീഷന്റെ തലവനായിരിക്കും. അതേപോലെ മറ്റ് കമ്മീഷണർമാർ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്ന 2 അംഗങ്ങളായിരിക്കും. ഇലക്ഷൻ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് കമ്മീഷണർമാരുടെ കാലാവധി നിയമപ്രകാരം കൃത്യമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു. കമ്മീഷണർമാരുടെ കാലാവധി നിയമപ്രകാരം കൃത്യമായിട്ട് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നതാണ് അവരുടെ കാലാവധി. 6 വർഷം, അതായത് ഒരു ഇലക്ഷൻ കമ്മീഷന് 6 വർഷം തുടരാം. ഇനി അതല്ല അയാൾക്ക് 6 വർഷത്തിന്റെ മുന്നേ 65 വയസ്സ് പൂർത്തിയായെങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹം ആ ഔദ്യോഗിക പദവിയിൽ നിന്നും തിരിച്ചു പോരണം. അല്ല 65 വയസ്സ് വരെ എന്ത് ചെയ്യാം? അയാൾക്ക് ഇലക്ഷൻ കമ്മീഷൻ ആ പദവിയിൽ തുടരാം. ഇതൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഘടനയും ഔദ്യോഗിക കാലാവധിയും കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇതാ കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 324 പ്രകാരമാണ് സ്ഥാപിതമായിട്ടുള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കമ്മീഷന്റെ തലവനായിരിക്കും. മറ്റ് കമ്മീഷണർമാരായിരിക്കും പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്ന മറ്റ് 2 അംഗങ്ങളെ. ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് കമ്മീഷണർമാരുടെ കാലാവധി നിയമപ്രകാരം കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. 6 വർഷമായിരിക്കും കാലാവധി. 65 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെയും കാലാവധി കടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും അദ്ദേഹം രാജിവെക്കണം. അതല്ല 65 വയസ്സാവുന്നതിന് 6 വർഷം പൂർത്തിയായതിനു ശേഷമാണ് 65 വയസ്സ് വെച്ച് അദ്ദേഹത്തിന് ആ പദവിയിൽ തുടരുകയും ചെയ്യാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത് എന്തൊക്കെയാണ്? ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ അഥവാ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Describe briefly electoral process followed during Lok Sabha or Assembly election. അതായത് ഈ ക്വസ്റ്റ്യൻ ആ വരിക കേട്ടോ. 6ാമത്തെ നിങ്ങളുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ ഗൈഡിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ ആൻഡ് കമ്മീഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തെല്ലാം? അതുകൊണ്ട് നിങ്ങൾ റെക്കോർഡിങ് കേട്ട ശേഷം നിങ്ങൾ ഗൈഡ് പഠിക്കണം കേട്ടോ. ഇപ്പൊ എന്തൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഫങ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, മണ്ഡല വിഭജനം, പാർട്ടി അംഗീകാരം, പാർട്ടികളെ അംഗീകരിക്കുക, ഔദ്യോഗിക ചിഹ്നം നൽകുക. ഇതൊക്കെയാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകളായിട്ട് പറയുന്നത്. ഇപ്പൊ ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാന ചുമതലകൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? വോട്ടർ പട്ടിക, എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ട വോട്ടർ പട്ടിക തയ്യാറാക്കുക. അതാണ് ഇലക്ഷൻ കമ്മീഷന്റെ 1ാമത്തെ ചുമതല. അർഹരായ മുഴുവൻ പൗരന്മാരെയും ഉൾപ്പെടുത്തി പുതുക്കിയ വോട്ടർ പട്ടിക കൃത്യസമയത്ത് തയ്യാറാക്കുക എന്നതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല. അടുത്തത് മണ്ഡല വിഭജനം.
അതായത് അതേപോലെ തന്നെ മണ്ഡലങ്ങളെ തരംതിരിക്കും. ഇപ്പൊ നമ്മളെ കേരളത്തിൽ ഏകദേശം 20 മണ്ഡലങ്ങളാണ് വരിക. ഇപ്പൊ ജനസംഖ്യയെ അടിസ്ഥാനമാക്കിയാണ് ലോകസഭ നിയമസഭാ മണ്ഡലങ്ങളുടെ അതിരുകൾ നിർണ്ണയിക്കുക, വിഭജിക്കുകയും ചെയ്യുക. അപ്പൊ മണ്ഡലങ്ങളെ വിഭജിക്കുക, ഓരോ സംസ്ഥാനത്തിലും മണ്ഡലങ്ങളെ വിഭജിക്കുക. അതേപോലെ തന്നെ ദേശീയ സംസ്ഥാന പാർട്ടികൾക്ക് ഔദ്യോഗികമായ അംഗീകാരം കൊടുക്കുക. പാർട്ടികൾ അങ്ങനെ അംഗീക പാർട്ടികൾക്കൊന്നും അംഗീകാരം ഉണ്ടാവില്ല, ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ അത്തരം പാർട്ടികളെ അംഗീകരിക്കേണ്ട ചുമതല ആരുടേതാണ്? ഇലക്ഷൻ കമ്മീഷന്റേതാണ്. അപ്പോ പാർട്ടികൾക്ക് വേണ്ട അംഗീകാരവും അതേപോലെ അതാത് പാർട്ടികൾക്ക് വേണ്ട ചിഹ്നങ്ങൾ നൽകുക. നമുക്കറിയാം, കോൺഗ്രസ് ആണെങ്കിൽ കോണിയും കൈപ്പത്തിയാണ് ചിഹ്നം വരിക. മാർക്സിസ്റ്റ് ആയിരിക്കുമ്പോൾ LDF ഒക്കെ ആയിരിക്കുമ്പോൾ ചിഹ്നം വരിക അരിവാൾ ചുറ്റിക നക്ഷത്രം ആയിരിക്കും. അതേപോലെ BJP ആയിരിക്കുമ്പോൾ താമരയാണ് ചിഹ്നം വരിക. അങ്ങനെ ഓരോരുത്തർക്കും ചിഹ്നങ്ങൾ അനുവദി. സ്വതന്ത്രന്മാർക്ക് വേറെ ചിഹ്നങ്ങൾ കൊടുക്കും അല്ലെ. അപ്പൊ ഓരോ പാർട്ടിയിൽപ്പെട്ട സ്ഥാനാർത്ഥിമാർക്കും ചിഹ്നങ്ങൾ അനുവദിക്കേണ്ട ഉത്തരവാദിത്വവും ആരുടെ ചുമതലയാണ്? ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട 3 ചുമതലകളാണ് ഏതൊക്കെ? വോട്ടർ പട്ടിക തയ്യാറാക്കൽ, മണ്ഡല വിഭജനം, പാർട്ടി അംഗീകാരം. പാർട്ടികളെ അംഗീകരിക്കുക, അതിനോടൊപ്പം തന്നെ വ്യത്യസ്ത പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ നൽകുക. ഇതൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകളായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാന ചുമതലകൾ ചോദിച്ചാൽ ഇത് പരീക്ഷയ്ക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നിങ്ങളുടെ ഗൈഡിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ, ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അപ്പൊ വോട്ടർ പട്ടിക തയ്യാറാക്കുക, മണ്ഡല വിഭജനം, പാർട്ടികളെ അംഗീകരിക്കുക, ചിഹ്നങ്ങൾ നൽകുക. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോയിന്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ രീതിയിൽ എഴുതിയാൽ മതി കേട്ടോ. അടുത്തതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാന അത് നമ്മൾ പഠിച്ചു. അടുത്തത് നോക്കൂ. നമുക്ക് പഠിക്കാനുള്ളത് പ്രധാന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കുറിച്ചാണ് നമുക്കിനി ഡിസ്കഷൻ ചെയ്യാനുള്ളത്. അതിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ പറഞ്ഞാൽ ഒരു റിട്ടേണിംഗ് ഓഫീസർ RO എന്ന് പറയും. പിന്നെ പ്രിസൈഡിങ് ആൻഡ് പോളിംഗ് ഓഫീസേഴ്സ്, ഇവരൊക്കെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷന്റെ പ്രധാനപ്പെട്ട ഓഫീസേഴ്സ് ആയിട്ട്, ഇലക്ഷന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഓഫീസേഴ്സുകളായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പൊ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്സിൽ ഡിസ്കഷൻ ചെയ്യുന്നത്. റിട്ടേണിംഗ് ഓഫീസർ RO എന്നാണ് റിട്ടേണിംഗ് ഓഫീസറുടെ ഷോർട്ട് ഫോം. പ്രിസൈഡിംഗ് ആൻഡ് പോളിംഗ് ഓഫീസർ, അപ്പൊ പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസറും റിട്ടേണിംഗ് ഓഫീസറും ഒക്കെ ഈ 3 പേരുമാണ് തെരഞ്ഞെടുപ്പിന് കൂടുതലായിട്ട് നേതൃത്വം വഹിക്കുക കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? അതായത് റിട്ടേണിംഗ് ഓഫീസർ ആയിരിക്കുമ്പോൾ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന്റെ പൂർണ്ണ ചുമതലയുള്ള ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായിരിക്കും. ഇപ്പൊ റിട്ടേണിംഗ് ഓഫീസറിന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? ഏത് മണ്ഡലത്തിലെയും തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന്റെ അതായത് തെരഞ്ഞെടുപ്പ് വളരെ സുതാര്യവും ലളിതവുമാക്കി നല്ല ഭംഗിയാക്കി നടത്താനുള്ള ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് റിട്ടേണിംഗ് ഓഫീസർക്കാവും ഉണ്ടായിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം വഹിക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ വെക്കും? നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കും, വോട്ടെണ്ണലിന്റെ മേൽനോട്ടം വഹിക്കും, ഔദ്യോഗിക വിജയിയെ പ്രഖ്യാപിക്കും. അപ്പൊ എന്തൊക്കെയാണ് റിട്ടേണിംഗ് ഓഫീസറിന്റെ പ്രവർത്തനങ്ങള്? നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നു, പിന്നെ വോട്ടെണ്ണലിന് മേൽനോട്ടം വഹിക്കുന്നു, ഔദ്യോഗികമായി വിജയിയെ പ്രഖ്യാപിക്കുന്നു. അപ്പൊ 3 ഓഫീസേഴ്സാണ് ഇതിന് കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നത്. അതില് റിട്ടേണിംഗ് ഓഫീസറിന്റെ ചുമതല എന്ന് പറയുന്നത് എന്താ? മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന്റെ പൂർണ്ണ ചുമതലയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥനായിരിക്കും. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുകയും വോട്ടെണ്ണലിന് മേൽനോട്ടം വഹിക്കുകയും ഔദ്യോഗികമായി വിജയിയെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അടുത്തതാണ് പ്രിസൈഡിംഗ് ആൻഡ് പോളിംഗ് ഓഫീസേഴ്സ്.
പ്രിസൈഡിംഗ് ആൻഡ് പോളിംഗ് ഓഫീസറുടെ ചുമതല എന്ന് പറയുന്നത് എന്താ? പോളിംഗ് ബൂത്തുകളുടെ ദൈനംദിന നടത്തിപ്പും സുഗമമായ വോട്ടെടുപ്പും ഉറപ്പാക്കുന്നു. പ്രിസൈഡിംഗ് ആൻഡ് പോളിംഗ് ഓഫീസറിന്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത് പോളിംഗ് ബൂത്തുകളുടെ ദൈനംദിന നടത്തിപ്പും അതേപോലെ തന്നെ സുഗമമായിട്ടുള്ള വോട്ടെടുപ്പും ഉറപ്പാക്കുന്നു. പ്രിസൈഡിംഗ് ഓഫീസർ ബൂത്തിന്റെ പൂർണ്ണ ചുമതല നിർവഹിക്കുന്നു. ബൂത്ത് പറഞ്ഞാൽ എന്താ? വോട്ട് ചെയ്യുന്ന ആ സ്ഥലം. സ്കൂളുകളോ ബാലവാടികളോ വായനശാലകളോ അങ്ങനെ പൊതു സ്ഥാപനങ്ങളായിരിക്കും, പബ്ലിക് സ്ഥാപനങ്ങളിലായിരിക്കും നമ്മൾ വോട്ട് ചെയ്യുക. അപ്പൊ ആ ബൂത്തിന്റെ പൂർണ്ണമായ ചുമതല നിർവഹിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി പ്രിസൈഡിംഗ് ഓഫീസർക്കാണുള്ളത്. അടുത്തതാണ് പോളിംഗ് ഓഫീസർ. വോട്ടർ തിരിച്ചറിയൽ, വോട്ടർമാരെ തിരിച്ചറിയൽ. അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ ID കാർഡൊക്കെ കാണിക്കുമ്പോൾ അവര് നമ്മളെ മുഖമൊക്കെ നോക്കി സൈൻ ചെയ്യേണ്ട രേഖയൊക്കെ കാണിച്ചു തരും അല്ലെ, എവിടെയാണ് സൈൻ ചെയ്യേണ്ടത് എന്നൊക്കെ മഷി അടയാളപ്പെടുത്തൽ. ഇതൊക്കെയാണ് പോളിംഗ് ഓഫീസറുടെ ചുമതല. അപ്പൊ ഇതാണ് ഇലക്ഷന് നേതൃത്വം വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ആരൊക്കെയാണ്? റിട്ടേണിംഗ് ഓഫീസറെ, പ്രിസൈഡിംഗ് ഓഫീസറെ, പോളിംഗ് ഓഫീസറെ. ഇനി നമ്മള് തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളെ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇലക്ടറൽ പ്രോസസ്സുകൾ എന്ന് നമുക്ക് നോക്കാം. തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാല് ഇലക്ടറൽ നിങ്ങളുടെ ഈ ചാപ്റ്ററിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Describe briefly the electoral process followed during ലോക്സഭ or അസംബ്ലി ഇലക്ഷൻ. ലോക്സഭയിലേക്കും അതേപോലെ തന്നെ നിയമസഭയിലേക്ക് അസംബ്ലി ഇലക്ഷനിലേക്കൊക്കെ ഉള്ള തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ, ഇലക്ടറൽ പ്രോസസ് എന്തൊക്കെയെന്നാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പൊ ഇലക്ടറൽ പ്രോസസ് എന്തൊക്കെയാ നോക്കൂ. ഒന്ന്, വിജ്ഞാപനം, നാമനിർദ്ദേശം. ഇലക്ടറൽ പ്രോസസ്സിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് വിജ്ഞാപനം, നാമനിർദ്ദേശം. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനവും പത്രികാ സമർപ്പണവും, അതാണ് വിജ്ഞാപനവും നാമനിർദ്ദേശവും എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഏതാ? അതായത് നമ്മള് തെരഞ്ഞെടുപ്പ് പത്രിക കൊടുത്തു കഴിഞ്ഞാൽ അത് സൂക്ഷ്മ പരിശോധന, പിന്നെ അത് പിൻവലിക്കല്. നമുക്ക് താല്പര്യം അല്ലെങ്കിൽ എന്ത് ചെയ്യാം? പിൻവലിക്കാനുള്ള അവസരം തരും. സൂക്ഷ്മ പരിശോധനയും പത്രിക പിൻവലിക്കാനുള്ള അവസരവും. മൂന്നാമതാണ് പ്രചാരണവും ചട്ടങ്ങളും. നമുക്കറിയാം ഇലക്ഷൻ പ്രചാരണം എന്ന് പറയുമ്പോൾ ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി വോട്ട് അപേക്ഷിക്കില്ലേ. നമ്മളോടൊക്കെ വളരെ മാന്യമായി സ്നേഹത്തോടു കൂടി വോട്ട് അപേക്ഷിക്കും. അതാണ് പ്രചാരണവും അതിന്റെ ചട്ടങ്ങളും. മാതൃകാ പെരുമാറ്റത്തോടെയുള്ള പ്രചാരണം. പിന്നെ വരുന്നത് എന്താണ്? ഇലക്ടറൽ പ്രോസസ്. വോട്ടെടുപ്പിന്റെ ദിനം. രഹസ്യ സ്വഭാവത്തോടെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നു. അതിന്റെ അവസാനം എന്താണ് ഇലക്ടറൽ പ്രോസസ്? വോട്ടെണ്ണലും ഫലവും. വോട്ടെണ്ണലും ഔദ്യോഗിക ഫലപ്രഖ്യാപനവും. അപ്പൊ കുട്ടികളെ ഇതിൽ നിങ്ങൾക്ക് മാറരുത്. ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ വെക്കണ്ടേ. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, മണ്ഡല വിഭജനം, പാർട്ടി അംഗീകാരം, ചിഹ്നം. പക്ഷെ ഇലക്ടറൽ പ്രോസസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വെക്കണ്ട്. ഈ 5 പോയിന്റാ വെക്കണ്ട് കേട്ടോ. അപ്പൊ 4ാമത്തെ ക്വസ്റ്റ്യനും 6ാമത്തെ ക്വസ്റ്റ്യനുമാണ് ഇതിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഈ 2 ക്വസ്റ്റ്യനും നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ കാരണം എന്തൊക്കെയാ വരിക? വിജ്ഞാപനം വരും. എന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് വിജ്ഞാപനം വരും. ലോകസഭയിലേക്കായാലും രാജ്യസഭയിലേക്കായാലും നിയമസഭയിലേക്കായാലും പ്രാദേശിക ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കാനാണെങ്കിലും ഒക്കെ വിജ്ഞാപനം വരും അല്ലെ. ഏതാ ഡേറ്റ് എന്ന് വരും. പിന്നെ നമ്മൾ നാമനിർദ്ദേശ പത്രിക ഓരോരുത്തർ കൊടുക്കും. അപ്പൊ അതിൻ്റെതാണ് 1ാമത്തെ സ്റ്റെപ്പ്. തെരഞ്ഞെടുപ്പ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് വിജ്ഞാപനവും നാമനിർദ്ദേശവും. 2ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ നാമനിർദ്ദേശ പത്രിക പരിശോധിക്കുക. അത് സൂക്ഷ്മ പരിശോധന നടത്തുക. അങ്ങനെ സൂക്ഷ്മമായ ക്രിമിനലുകൾക്കൊന്നും തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പറ്റില്ല. ഏതെങ്കിലും രീതിയിൽ അച്ചടക്ക ലംഘനങ്ങളോ ക്രിമിനൽ ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇലക്ഷന് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ സൂക്ഷ്മ പരിശോധനയും അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് അഥവാ കൊടുത്താലും ഇനിയും അവർക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ പിൻവലിക്കാനുള്ള അവസരവും. അടുത്തതാണ് പ്രചാരണവും ചട്ടങ്ങളും. നമുക്കറിയാം നമ്മുടെ വീടുകളൊക്കെ തോറും പരസ്യങ്ങളൊക്കെ ഒട്ടിക്കും. വീടുകളിലൊക്കെ കയറി ഇറങ്ങി വോട്ട് അപേക്ഷിക്കുക അല്ലെ. പിന്നെ വോട്ടെടുപ്പ് ദിനം.
രഹസ്യ സ്വഭാവത്തോടെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുകയാണ് ചെയ്യുക. പിന്നെ വോട്ടെണ്ണലും ഫലവും, വോട്ടെണ്ണലും ഔദ്യോഗികമായിട്ടുള്ള ഫലപ്രഖ്യാപനവും, ഇതൊക്കെ. അപ്പൊ ഈ 5 കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളായിട്ട് അറിയപ്പെടുന്നത്. മനസ്സിലായോ? അടുത്ത് നമ്മളുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചാണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, വോട്ട് ചെയ്ത ആളുകൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. ഇതുമായി പേരും ഉണ്ടാവും, ചിഹ്നവും ഉണ്ടാവും. നമ്മൾക്ക് ആർക്കാണ് വോട്ട് ചെയ്യാൻ ഇഷ്ടച്ച അയാളുടെ നേരെ ആ ചിഹ്നത്തിനും പേരിനും നേരെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഒരു സൗണ്ട് ഉണ്ടാവും, അല്ലേ? അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, EVM എന്ന് പറയും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അതൊരു ആദ്യ കാലഘട്ടത്തിൽ ഈ ഒരു രീതിയല്ല നമ്മൾ അവലംബിച്ചിരുന്നത്. നമ്മൾ അവലംബിച്ചിരുന്ന രീതി എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മള് ബാലറ്റ് പേപ്പർ ബാലറ്റ് പേപ്പർ നമുക്ക് തരും. അതിൽ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് വെച്ചാൽ അയാളുടെ അതില് നേരെ നമ്മൾ വിരല് മഷി മുക്കിയിട്ട് അതിൽ അമർത്തിയിട്ട് അത് മടക്കിയിട്ട് ബാലറ്റ് പെട്ടിയിൽ ഇടുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ ആ രീതിയിൽ നിന്നൊക്കെ മാറി നമ്മൾ ഒരു ആധുനിക രീതിയിലേക്ക് നമ്മൾ വന്നു. അതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, EVM എന്ന് പറയുന്നത്. നവീന വോട്ടിംഗ് രീതി എന്നും ഇതിനെ പറയാം. പഴയ പേപ്പർ ബാലറ്റ് സമ്പ്രദായത്തിന് പകരമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയാണ് EVM. പഴയ പേപ്പർ ബാലറ്റ് സമ്പ്രദായത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ പഴയ പേപ്പർ ബാലറ്റ് സമ്പ്രദായത്തിന് പകരമായിട്ട് ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വേഗതയേറിയ വോട്ടെണ്ണലായിരിക്കും, ഫലം എളുപ്പത്തിൽ ലഭ്യമാക്കാൻ കഴിയും, കൃത്യതയും സുതാര്യതയും അസാധു വോട്ടുകൾ തടയുന്നതിനും സാധിക്കുന്നു, പരിസ്ഥിതി സൗഹൃദമായിരിക്കും, കടലാസ് ഉപയോഗം പൂർണ്ണമായി കുറയ്ക്കുന്നു. അപ്പൊ ഒരുപാട് മെറിറ്റ് ഏതിനുണ്ട്? ഈ ഒരു EVM-നുണ്ട്. അപ്പൊ നിങ്ങളോട് EVM-നെ കുറിച്ചൊരു ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ എന്തൊക്കെയാണ് വെക്കുക? അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അത് ഒരു നവീന വോട്ടിംഗ് രീതിയാണ്. പഴയ പേപ്പർ ബാലറ്റ് സമ്പ്രദായത്തിന് പകരമായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയെയാണ് നമ്മൾ എന്ത് പറയുക? EVM എന്ന് പറയുക. അത് വേഗതയേറിയ ഒരു വോട്ടെണ്ണലാണ്, ഫലം എളുപ്പത്തിൽ ലഭ്യമാക്കാൻ കഴിയും, കൃത്യതയും സുതാര്യതയും ഉണ്ടായിരിക്കും. മാത്രമല്ല അസാധുവായ വോട്ടുകൾ എന്ത് ചെയ്യാം? അത് ഇല്ലാതാക്കാൻ കഴിയും. പരിസ്ഥിതി സൗഹൃദം നിലനിർത്തും, കാരണം കടലാസും കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട. അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഏതിനുണ്ട്? EVM അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. അടുത്തതാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയിലെ പോരായ്മകളെ കുറിച്ച്. അതായത് നിങ്ങളുടെ ഒരു മിനിറ്റ് കേട്ടോ, 5ാമത്തെ ക്വസ്റ്റ്യനാ നിങ്ങളുടെ കയ്യിലുള്ള ആ ഗൈഡില് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഏത്? റൈറ്റ് ഇൻ ബ്രീഫ് ഷോർട്ട് കമ്മിങ്സ് ഓഫ് ഇലക്ടറൽ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ഷോർട്ട് കമ്മിങ്സ്, ദൗർബല്യങ്ങൾ അഥവാ പോരായ്മകൾ എന്തൊക്കെയാണ്? നിങ്ങൾ ഇപ്പൊ എടുക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബുക്കിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിന്റെ പോരായ്മകള് എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. 1ാമത്തെ പോരായ്മ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, അത് നിങ്ങളുടെ ഗൈഡിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ എടുക്കുന്ന ടോപ്പിക്സ് ഏതാണ്? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയിലെ പോരായ്മകൾ. 1ാമത്തെ പോരായ്മ എന്ന് പറയുന്നത് ധനബലം, മണി പവർ ഉണ്ടായിരിക്കും, അല്ലെ? സ്ഥാനാർത്ഥികളൊക്കെ നല്ല കാശുള്ള ആളുകളാണെങ്കിൽ അവര് പണം കൊടുത്തിട്ട് വോട്ട് മറിക്കും. പണം കൊടുത്ത് വോട്ട് മറിക്കാൻ ഏത് കാരണമാകും? തെരഞ്ഞെടുപ്പ് കാരണമാകും. അതാണ് ധനബലം ഉണ്ടായിരിക്കും എന്ന് പറയാനുള്ള കാരണം. തെരഞ്ഞെടുപ്പുകളിൽ അമിതമായിട്ട് പണത്തിന്റെ സ്വാധീനം ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? മസ്കിൾ പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഗുണ്ടാബലം ഉണ്ടായിരിക്കും. ഭീഷണിയും ക്രിമിനൽ പശ്ചാത്തലവും സ്വാധീനം ചെലുത്തുന്നുണ്ടാവും. ചിലവരേനെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ടൊക്കെ ആളുകളെ, പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളെ. പക്ഷെ ഇപ്പൊ അതൊന്നും നടക്കില്ല കേട്ടോ. എങ്കിലും ഈ ഒരു ഭീഷണിയും ക്രിമിനൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടും ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് മാറിയേക്കാം.
പിന്നത്തെ പോരായ്മ എന്ന് പറയുന്നത് ജാതി മത സ്വാധീനം. ചില മതവിഭാഗങ്ങള് ചില പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ അല്ലെ. മതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പാർട്ടികൾ ഉണ്ടാവും, അവർക്ക് മാത്രം വോട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. വർഗീയ ചിന്തകളെ അടിസ്ഥാനമാക്കി വോട്ട് ചെയ്യാം. വർഗീയ ചിന്തകളെ അടിസ്ഥാനമാക്കി വോട്ട് സമാഹരിക്കല് ഏതിന്റെ ഒരു വലിയ പോരായ്മയാണ്, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയുടെ പോരായ്മയാണ്. പിന്നെ ഭരണ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യാം, ഔദ്യോഗിക പദവികളെ ദുരുപയോഗം ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന പോരായ്മകളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ധനബലം ഉണ്ടായിരിക്കും, ഗുണ്ടാബലം ഉണ്ടായിരിക്കും, മസ്കിൾ പവർ എന്ന് പറയും, ഗുണ്ടാബലം. പിന്നെ ജാതി മത സ്വാധീനം, വർഗീയ ചിന്തകളെ അടിസ്ഥാനമാക്കിയുള്ള പാർട്ടികൾക്ക് വോട്ട് കൊടുക്കുക, അതേപോലെ ഭരണ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുക. ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിന്റെ വെല്ലുവിളികൾ അഥവാ പോരായ്മകളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ? തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളാണ്. നിങ്ങളുടെ ഗൈഡിലെ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ആർ ദ റീഫോം ദാറ്റ് ഹാവ് ടേക്കൺ പ്ലേസ് ഇൻ ദ ഇലക്ടറൽ സിസ്റ്റം? എന്തൊക്കെയാണ് ഇന്ത്യയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ? ഇന്ത്യയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ എന്തൊക്കെയെന്നാണ് അടുത്ത ടോപ്പിക്സ്. വോട്ടിംഗ് സിസ്റ്റം, പ്രധാനപ്പെട്ട ഇലക്ടറൽ സിസ്റ്റംസ്, റീഫോം ദാറ്റ് ഹാവ് ടേക്കൺ പ്ലേസ് ഇൻ ദ ഇലക്ടറൽ സിസ്റ്റം. അപ്പൊ എന്തൊക്കെ റിഫോമാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുമായിട്ട് വരുന്നത്? ആദ്യം വോട്ടിംഗ് പ്രായം എത്ര വയസ്സാക്കി? 18 വയസ്സാക്കി. ആദ്യമൊക്കെ 21 വയസ്സിൽ നിന്നും പിന്നെ അത് എത്രയാക്കി? 18 വയസ്സാക്കി മാറ്റി. ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരം? 61ാം ഭരണഘടനയുടെ ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 വയസ്സായി കുറച്ചത്. ആദ്യമൊക്കെ 21 വയസ്സായാലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് പിന്നെ വോട്ടിംഗ് പ്രായം എത്രയിലേക്ക് മാറ്റി എന്നാ പറയുന്നത്? 18 വയസ്സാക്കി 61ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. പിന്നെ എന്താണ് വോട്ടിങ്ങിന്റെ മറ്റൊരു പരിഷ്കാരം? ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്. നമുക്കറിയാം, നമ്മളുടെ വോട്ടർ ID എന്ന് പറയും അല്ലെ. ആധാർ കാർഡിനോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കും? വോട്ടർ ID ഉണ്ടായിരിക്കും. നമ്മളുടെ വ്യാജ വോട്ടെടുപ്പ് തടയാൻ വേണ്ടിയിട്ട് വോട്ടർ ID EPIC എന്നതിന് പറയാം. അപ്പോ ഫോട്ടോ പതിച്ച ഇലക്ടറൽ വോട്ടർ ID നമുക്ക് ഉണ്ടായിരിക്കും അല്ലെ. EPIC നിർബന്ധമാക്കി. പിന്നെന്താണ്? EVM സാങ്കേതിക വിദ്യ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. രാജ്യത്തുടനീളം എന്ത് നടപ്പാക്കി? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നടപ്പാക്കുകയും അതേ വോട്ടിംഗ് വളരെ ലളിതമാക്കുക, സുതാര്യമാക്കാനും അത് സാധിച്ചു. പിന്നെന്താണ് മറ്റൊരു പരിഷ്കാരം? സുരക്ഷാ നിക്ഷേപം വർദ്ധിപ്പിച്ചു. ഗൗരവമില്ലാത്ത സ്ഥാനാർത്ഥികളെ ഒഴിവാക്കാൻ നിക്ഷേപ തുക വർദ്ധിപ്പിച്ചു. കാര്യഗൗരവം ഒന്നുമില്ലാത്ത ആളുകള് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് വർദ്ധിപ്പിച്ചു? സുരക്ഷാ നിക്ഷേപം. അതായത് ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കണമെങ്കിൽ എത്രയോ രൂപ കെട്ടിവെക്കണം. അപ്പൊ ആ ജയിക്കുന്നുള്ളവർ മാത്രമേ കൂടുതലും എപ്പോഴും എന്തായിട്ട് നിൽക്കുള്ളൂ? സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുള്ളൂ. അപ്പൊ ആ സുരക്ഷാ നിക്ഷേപം വർദ്ധിപ്പിച്ചു. പിന്നെന്താണ്? വീണ്ടും വോട്ടെടുപ്പ്. ഇപ്പൊ ചില സമയത്ത് റീഎലക്ഷൻ ഒക്കെ നടത്തും അല്ലെ. അക്രമങ്ങളോ ക്രമക്കേടുകളോ കണ്ടെത്തിയാൽ ബൂത്തുകളിൽ വീണ്ടും എന്ത് നടത്തപ്പെടുന്നു? വീണ്ടും വോട്ടെടുപ്പ് നടത്തപ്പെടുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാന തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ. ഇന്ത്യയിലെ പ്രധാന തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. വോട്ടിംഗ് പ്രായം 18 ആക്കി. 61ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 21 വയസ്സിൽ നിന്നും 18 ആക്കി മാറ്റി. പിന്നെ വോട്ടർ ID നിർബന്ധാക്കി. EVM സാങ്കേതിക വിദ്യക്ക് പ്രാധാന്യം കൊടുത്തു. സുരക്ഷാ നിക്ഷേപം, ഇത്ര രൂപ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ആൾ ഇത്ര രൂപ കെട്ടിവെക്കണം എന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ നിൽക്കില്ല, ഉത്തരവാദിത്ത ബോധമുള്ള ആളുകൾ മാത്രമേ നിൽക്കുള്ളൂ. അപ്പൊ ആ സുരക്ഷാ നിക്ഷേപം വർദ്ധിപ്പിച്ചു. വീണ്ടും വോട്ടെടുപ്പ് നടത്താനുള്ള ഉത്തരവുണ്ടാക്കി. എന്തെങ്കിലും അക്രമങ്ങളോ ക്രമക്കേടുകളോ കണ്ടെത്തിയാൽ ബൂത്തുകളിൽ വീണ്ടും റീഎലക്ഷൻ നടത്താനുള്ള വോട്ടെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. അടുത്തതാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് കുറച്ചു കാര്യങ്ങളും കൂടി ടീച്ചർ പറഞ്ഞുതരാം. എന്തൊക്കെയാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട്? ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിപൂർണവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കാൻ പ്രവർത്തിക്കുന്ന സംസ്ഥാന ദുർനിയായ ഭരണഘടനാപരമായ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സുഗമമാക്കാൻ വേണ്ടി നേതൃത്വം വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭരണഘടന നിർദ്ദേശിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഏത്? ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ രൂപീകരണത്തെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത് എന്ന് മുതലാ?
1950 ജനുവരി 25 ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചു. ഇപ്പൊ PSCക്ക് വരുന്ന ക്വസ്റ്റ്യൻസും കൂടി ഇവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. 1950 ജനുവരി 25 ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചു. ഇന്ത്യൻ ഭരണഘടനയിലെ 324 മുതൽ 329 വരെയുള്ള അനുച്ഛേദങ്ങൾ ആർട്ടിക്കിളുകൾ പ്രകാരമാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഇനി സംഘടന എന്ന് പറയുന്നത് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ചേർന്നതാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അത് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ഉണ്ടായിരിക്കും, മറ്റ് അംഗങ്ങളും ഉണ്ടായിരിക്കും. നിലവിൽ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ആണ് ഉള്ളത്. ഇവരെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അവരുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ആ മറ്റ് 2 പേരുടെയും പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ആസൂത്രണം ചെയ്യുക, വോട്ടർ പട്ടിക തയ്യാറാക്കുക, പുതുക്കല്, രാഷ്ട്രീയ പാർട്ടികളെ രജിസ്റ്റർ ചെയ്യുക, അവരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക, അതേപോലെ തന്നെ നിയമപാലനം ഉറപ്പാക്കുക, സ്വതന്ത്രവും നീതിപൂർണവും സുതാര്യമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുക. പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം, 6 വർഷത്തെ കാലാവധി, 65 വയസ്സായിരിക്കണം. 65 വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർ അതിൽ നിന്നും റിസൈൻ ചെയ്ത് പോരണം. ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു തന്നെയാണ്. പ്രാധാന്യം ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ സ്വതന്ത്ര തെരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുന്നു, ജനങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കുന്നു, ജനങ്ങളുടെ വിശ്വാസം നേടുന്ന ഭരണ സംവിധാനമായിരിക്കും, രാജ്യത്തിന്റെ ഐക്യവും ജനാധിപത്യവും ശക്തിപ്പെടുത്തുന്നു. അപ്പൊ ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടോ, ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ഈ ചാപ്റ്ററിന് വരുന്ന പ്രധാന കുറച്ച് ക്വസ്റ്റ്യൻസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. പ്രധാന ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് തെരഞ്ഞെടുപ്പിലെ? റിട്ടേണിംഗ് ഓഫീസറെ, പ്രിസൈഡിംഗ് ഓഫീസറെ, പോളിംഗ് ഓഫീസറെ. EVMന്റെ പ്രധാന ഗുണം എന്ന് പറയുന്നത് എന്താണ്? വേഗത്തിലുള്ള വോട്ടെണ്ണൽ, കൃത്യത, സുതാര്യത, വ്യാജ വോട്ടുകൾ തടയല്. എന്തൊക്കെയാണ് പ്രധാന പരിഷ്കാരങ്ങള്? വോട്ടിംഗ് പ്രായം 18 ആക്കി, ഫോട്ടോ ID കാർഡ് അതായത് വോട്ടർ ID നിർബന്ധമാക്കി, EVMന്റെ ഉപയോഗം, സുരക്ഷ, നിക്ഷേപ വർധനവ് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലെ 18ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്ന കാര്യങ്ങള്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്തത്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കി. അതേപോലെ തന്നെ എന്താണ് ഇലക്ഷൻ എന്നും അതേപോലെ തന്നെ ഇലക്ടറൽ റോൾ എന്താ എന്നും മനസ്സിലാക്കി. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടനയും കാലാവധിയും നമ്മൾ മനസ്സിലാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാന ചുമതലകൾ നമ്മൾ മനസ്സിലാക്കി. പ്രധാന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയെന്ന് മനസ്സിലാക്കി. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നടപടി, പ്രോസസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ, എന്തൊക്കെ പ്രോസസ്സുകളാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടത് എന്ന് നമ്മൾ നോക്കി. പിന്നെ EVMനെ കുറിച്ച് വ്യക്തമാക്കി. പിന്നെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയിലെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. അതേപോലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന്, റിഫോമുകൾ എന്തൊക്കെയാന്ന് നോക്കി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, പിന്നെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടി വീണ്ടും പറഞ്ഞു തന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഈ നിങ്ങളുടെ ഗൈഡിലെ 4, 5, 7 ക്വസ്റ്റ്യനിലൊക്കെ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവിടെയും വരുന്നുണ്ട്. അപ്പൊ റെക്കോർഡിംഗ് ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ഗൈഡ് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ടീച്ചറെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇനി നമ്മള് പൊളിറ്റിക്കൽ സയൻസിന്റെ അടുത്ത ചാപ്റ്ററിന്റെ വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ.